ബസൂക്ക ഒരു സ്റ്റൈലിഷ് മൂവി ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ടീസർ കണ്ടപ്പോൾ ഞെട്ടി. ഒരു ഒന്നൊന്നര പടത്തിലുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര അടിപൊളിയാവുന്നു. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് അവതാരം. മമ്മൂട്ടി മാത്രമല്ല, ഗൗതമയായാലും മേക്കിംഗ്, ടീസറിൽ കണ്ട ആക്ഷൻ സീക്വൻസ്, മമ്മൂട്ടിയുടെ കൊച്ചി സ്ലാങ്ങിലെ ഡയലോഗ് ആൻഡ് മറ്റേ എന്താ പറയുക, ഉപയോഗിച്ച കാർസൊക്കെ റെട്രോ സ്റ്റൈല്, റെട്രോ കാറിന് ഇറങ്ങിയത് മമ്മൂട്ടി കണ്ടുവച്ചിരുന്ന ഇപ്പുണ്ട്. പൊളിയായിട്ടുണ്ട്. ഒരു എക്സ്ട്രീംലി സ്റ്റൈലിഷ് മമ്മൂട്ടി വിത്ത് ഹൈ ഒക്ടേൻ ആക്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഒരു ഫസ്റ്റ് ആളുടെ ഡയറക്ടറിൻ്റെ മൂവി ഷോട്ട് പോലെ തോന്നിയില്ല. മമ്മൂട്ടി ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് പുള്ളി കഥ പറയാൻ വന്നപ്പോൾ ഈച്ച് സീൻ ബൈ സീൻ പുള്ളി ഭയങ്കര ലൈക്ക് പക്കയായിരുന്നു. പുള്ളിക്ക് ഭയങ്കര എല്ലാ സീനും ഉണ്ട്. അത് നമുക്ക് ടീച്ചർ കാണാറുണ്ട്. ഉണ്ടായിരുന്ന ഹൈപ്പ് ഇരട്ടിയായിട്ടുണ്ട്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. പൂജ റിലീസ് പൊളിക്കും. എനിക്ക് തോന്നുന്നു ഒരു ടെർബോയിലെ ഒരു മാസ് നാടൻ ആടിക്കലാണെങ്കിൽ ഇതൊരു സ്റ്റൈലിഷ് പദാർത്ഥം. മമ്മൂട്ടി ഒരു ഭീഷ്മപർവ്വത്തിൽ ആ ഒരു മുടികളൊക്കെ പൊളിക്കട്ടെ. ഉമ്മ ചെയ്യാത്ത റോള് വേറെ ഐഡിയുണ്ട്. എനിക്ക് തോന്നിയ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് തിയേറ്ററിൽ ഇനി ഇളക്കി മറിക്കാൻ പോകുന്നൊരു മറ്റൊരു ഐറ്റം ആയിരിക്കും ബസൂക്കയായിട്ട് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ടർബോ ഡബിൾ ഐറ്റം ആയിരിക്കും ബസൂക്ക. കാരണം ഇത് നമ്മൾ വെറുതെ പറയണതല്ല, ഡെന്നീസിൻ്റെ മകനാണ് വരുന്നത്. ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി താഴെ നിന്നപ്പോൾ പൊക്കി എടുത്തുകൊണ്ട് വന്നത് ഡെന്നീസിൻ്റെ മകനായിരുന്നു. അപ്പോൾ ആ ഒരു പടം മമ്മൂക്ക ഹെവി ലെവലിൽ എത്തിക്കും എന്നുള്ളൊരു ഡൗട്ടും ഇല്ല. എക്സിക്യൂട്ടീവ് ലുക്ക് ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റൈൽ സാധനം. അത് നമ്മൾ ഹോളിവുഡിലൊക്കെ നമ്മൾ ജോൺ വീക്കിൻ്റെ ഒക്കെ ഒരു കാണുന്നൊരു ലെവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം പറയാൻ പറ്റത്തില്ല അതിൻ്റെ പ്ലോട്ട് എന്താണെന്നുള്ളത്. പക്ഷേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ തിയേറ്റർ ഇളക്കി മറിക്കും. അതിലൊരു സംശയമില്ല. അമ്മാതിരി ഐറ്റം തന്നെ ഉണ്ട്. പിന്നെ എക്സ്പെക്റ്റേഷൻ ഹൈ ആണ്. അത് കാരണം നമുക്ക് ലാസ്റ്റ് ചെയ്തേക്കുന്ന പടങ്ങളെല്ലാം നമ്മൾ ആ ഒരു ലെവലിൽ തന്നെയാണ്. ഓരോന്നിനും ഓരോ കണ്ടൻറ്റാണ്. ഒന്നും സെയിം തന്നെ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ വെറൈറ്റി ഈ പടത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. 100% ഒക്കെ തിരിച്ചു വരുന്നു. അപ്പോൾ ബസൂക്കയുടെ ടീച്ചറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നു? പിന്നെ അത് കാണാതിരിക്കോ? നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടന്മാരാണ് മമ്മൂക്കയും ലാലേട്ടനും. മമ്മൂക്കയുടെ ഈ ഒരു ചിത്രം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമയാണ് ബസൂക്ക. ഇനി ആ റിലീസിങ് ഡേറ്റ് കൂടെ ഒന്ന് അറിഞ്ഞാൽ മതി. ഓണത്തിനാകുമെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും ഓണത്തിന് ഇറങ്ങിയാൽ തിയേറ്ററിൽ പൂരപ്പറമ്പായിരിക്കും. കാരണം മമ്മൂക്കയുടെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ടർബോ ആയാലും ഭീഷ്മപർവ്വം ആയാലും നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ബിഗ് ബി ആയാലും മമ്മൂക്കയിൽ നിന്ന് നമ്മൾ ആ ഒരു ആക്ഷൻ്റെ ഒരു പവർ കണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ബസൂക്ക എന്ന ചിത്രം എനിക്ക് തോന്നുന്നു ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു ചിത്രം. അത് വൻ കളക്ഷൻ തന്നെ നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. 300-350 കോടി ക്ലബിൽ ഈ ഒരു ചിത്രം കയറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. പിന്നെ ഇതിൽ അത് നമുക്ക് ഊട്ടിയുറപ്പിക്കാവുന്ന കാര്യം, മമ്മൂക്കയെ പോലെ തന്നെ ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം നടനായിട്ടും ഒരുപാട് ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ നല്ല പെർഫോമൻസ് കാണാൻ സാധിച്ചാണ്. പിന്നെ ഡിനോ ഡെന്നിസ് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ അരങ്ങേറ്റം അത് ഇത്രയും മികച്ച രീതിയിലാകും എന്നുള്ളത് നമുക്ക് ടീസറിലൂടെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇനി ഫുള്ളായിട്ട് നമുക്കൊരു സിനിമ, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. അപ്പോൾ ബസൂക്ക കാണാൻ വെയിറ്റിംഗ് ആണ്, നിങ്ങളെപ്പോലെ തന്നെ ഞാനും.